നമസ്കാരം FundEd360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം റൈറ്റ്സ് ഇഷ്യൂ ആണ്, അവകാശ ഓഹരികൾ. കാരണം ഇന്നത്തെ രീതിയിൽ കുറേ പേർ ഇതിനെക്കുറിച്ച് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ച് സമീപിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പലരുടെയും പല കമ്പനികളുടെയും പലതരത്തിലുള്ള റൈറ്റ്സ് ഇഷ്യൂവും ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ ഉള്ളത് എന്താണ് അവകാശ ഓഹരികൾ അഥവാ റൈറ്റ്സ് ഇഷ്യൂ, ഇവ എങ്ങനെ നമുക്ക് വാങ്ങിക്കാം, ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ സെല്ല് ചെയ്യാം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ആദ്യമായി അവകാശ ഓഹരികൾ, റൈറ്റ്സ് ഇഷ്യൂ, ഇതെന്താണെന്നുള്ളത് നമുക്കറിയുന്ന പോലെ തന്നെ IPO വഴിയും ഫോളോ ഓൺ പബ്ലിക് ഓഫർ വഴിയുമാണ് സാധാരണ രീതിയിൽ കമ്പനികൾ മാർക്കറ്റിൽ നിന്നും പണം സമാഹരിക്കാറുള്ളത്. എന്നാൽ IPOയ്ക്കാണെങ്കിലും FPOയ്ക്കാണെങ്കിലും പലപ്പോഴും ഇതിൻ്റെ പ്രോസസ്സൊക്കെ കുറച്ച് കോംപ്ലക്സ് ആണ്. അതേസമയം റൈറ്റ്സ് ഇഷ്യൂ ആണെങ്കിൽ ഈ പറഞ്ഞ പല പ്രശ്നങ്ങളുമില്ല. കൂടാതെ അതൊരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിക്കുള്ളിലാണ് പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഈ ഒരു പ്രത്യേക കമ്പനിയുടെ നിക്ഷേപകർ ആയിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു അവകാശ ഓഹരികൾ നൽകുന്നത്. അവകാശ ഓഹരികൾ നൽകുന്നതിലൂടെ പണം സമാഹരിക്കുന്നത്, അല്ലാതെ എല്ലാവർക്കും പബ്ലിക്കിന് വേണ്ടിയിട്ട് മൊത്തമായിട്ടുള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപകന് ഒരു ആകർഷകത്വം അഥവാ ഒരു അവകാശമായി ലഭിക്കുക എന്നുള്ളതിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ ഓഹരി ഓൾറെഡി കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിന്, കുറച്ചും കൂടെ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറച്ചും കൂടി ചുരുങ്ങിയ ഒരു വിലയ്ക്ക് ഈ ഒരു ഓഹരി നൽകുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇൻഫോസിസ് ആണിപ്പോൾ റൈറ്റ്സ് ഇഷ്യൂ ഫ്ലോട്ട് ചെയ്തതെങ്കിൽ ഇൻഫോസിസിൻ്റെ ഇന്നത്തെ വില 100 രൂപയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇൻഫോസിസ് പറയുന്നു റൈറ്റ്സ് ഇഷ്യൂ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്, മിനിമം 100 എണ്ണം കയ്യിലുള്ളവർക്ക് 20 എണ്ണത്തിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ 100 എണ്ണം ഉണ്ടെന്നിരിക്കട്ടെ, എനിക്ക് 20 എണ്ണത്തിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് 100 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻഫോസിസ് പറയുന്നു ഇതിന് 80 രൂപ തന്നാൽ മതി, ഒരെണ്ണത്തിന് 80 രൂപ തന്നാൽ മതി. അപ്പോൾ എനിക്ക് 20 രൂപ ലാഭം. അപ്പോൾ ഇത് പരാമർശിച്ച് എനിക്ക് ഒരു റൈറ്റ് എൻടൈറ്റിൽമെൻറ്റ് ലഭിക്കും. അതായത് ആ ഒരു റൈറ്റ് ഇഷ്യൂ 80 രൂപയ്ക്ക് മാക്സിമം ഒരു 2 or 3 എണ്ണം വാങ്ങിക്കാൻ വേണ്ടി, അത് എത്ര എണ്ണം എന്നുള്ളത് പറയും. 100 എണ്ണം ഉണ്ടെങ്കിൽ ഒരു 20 എണ്ണം വാങ്ങിക്കുക, അങ്ങനെയുള്ള എണ്ണം എത്രയാണെന്ന് പറയും. അത്ര എണ്ണം ഈ ഡിസ്കൗണ്ടഡ് റേറ്റിന് എനിക്ക് വാങ്ങിക്കാൻ കഴിയും. അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശം എനിക്ക് നൽകുന്നു. അതാണ് റൈറ്റ് എൻടൈറ്റിൽമെൻറ്റ്, RE എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഇൻഫോസിസ് ഈ പറഞ്ഞ പോലെ 100 ഉണ്ടെങ്കിൽ ഈ 20 എണ്ണമാണ് ഇപ്പോൾ തരുന്നതെങ്കിൽ ആ റൈറ്റ് എൻടൈറ്റിൽമെൻറ്റും എൻ്റെ ഹോൾഡിങ്സിൽ പോർട്ട്ഫോളിയോയിൽ വരും. പക്ഷേ അതൊരു സെപ്പറേറ്റ് ISIN നമ്പറിലായിരിക്കും വരുന്നത്. എനിക്ക് ലഭിച്ച അവകാശം എനിക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം, മറ്റൊരാൾക്ക് നൽകാം അതിൻ്റെ ആ ഒരു വിലയ്ക്ക്. അതിനെത്രയാണ് വില എന്നുള്ളത് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അവകാശം ഞാൻ സെല്ല് ചെയ്യുന്നു മറ്റൊരാൾക്ക് മാർക്കറ്റിൽ. അപ്പോൾ ആ വാങ്ങിക്കുന്ന ആൾക്ക് ആ 80 രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള അവകാശം ലഭിച്ചു. അപ്പോൾ അയാൾക്ക് ഈ പറഞ്ഞ പൈസ 80 രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് IPO ഒക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ അയാൾക്ക് വേണമെങ്കിൽ ആ ഒരു ലാസ്റ്റ് ഡേയും പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന ദിവസത്തിന് മുമ്പിൽ പണം അടയ്ക്കണം. ആ ദിവസത്തിന് പണം അടച്ചു കഴിഞ്ഞാൽ അയാൾക്കത് വാങ്ങിക്കാനുള്ള അവസരം ലഭിക്കും. ഇനി അഥവാ എനിക്കാണ് വാങ്ങിക്കേണ്ടതെങ്കിലോ, ഈ ലാസ്റ്റ് ഡേ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടാകും പണം അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. ആ ദിവസത്തിന് മുമ്പ് ഞാൻ അസ്ബ പ്രോസസ് വഴി അല്ലെങ്കിൽ സാധാരണ IPO ചെയ്യുന്ന പോലെ ബ്ലോക്ക്ഡ് പ്രോസസ്സൊക്കെ വഴി നമ്മൾ പണം അടയ്ക്കുക. അത്രയും എണ്ണം ആ ഒരു ഓഹരികൾ എൻ്റെ അക്കൗണ്ടിൽ വരും. അതിനകത്ത് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞതിന് മുമ്പ് നമ്മൾ പണം അടച്ചിട്ടില്ലെങ്കിൽ ആ ഒരു അവസരം നഷ്ടമാവും, റൈറ്റ് എൻടൈറ്റ്മെൻറ്റ് ലാപ്സ്ഡ് ആവും. ഇതിപ്പോൾ ഞാൻ റൈറ്റ് എൻടൈറ്റ്മെൻറ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാലും ഉള്ള അവസ്ഥ അതാണ്. വാങ്ങിച്ചയാൾ ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് പണം അടച്ചത് സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ അത് ലാപ്സ് ആവും. ആ ഒരു അടച്ച പ്രീമിയം മൊത്തം പോകും. ഇതാണ് പ്രധാനമായും റൈറ്റ് എൻടൈറ്റിൽമെൻറ്റ്, റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ അകത്ത് ഒരു ഇൻറ്റിമേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം. ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 100 എണ്ണത്തിന് മാക്സിമം തരുന്നത് 20 എണ്ണമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് തോന്നുകയാണ്, 5 എണ്ണം വാങ്ങിക്കണമെന്ന് തോന്നുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് 5 എണ്ണം വാങ്ങാം. നെറ്റ് ബാങ്കിങ് വഴി അസ്ബ പ്രോസസ്സൊക്കെ വഴി നിങ്ങൾക്ക് IPO അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ DEMAT അക്കൗണ്ട്, ഓൺലൈൻ ട്രേഡിംഗ് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് വന്ന് കിടക്കുന്നുണ്ടാവും IPO പോലെ തന്നെ റൈറ്റ്സും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ ഇത് പ്രോസസ് ചെയ്യാൻ എന്തെങ്കിലും വിഷമതകൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കറെ സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ ബ്രോക്കർ അതിന് സഹായിക്കും. IPOയ്ക്ക് നിങ്ങളുടെ ബ്രോക്കർ അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന പോലെ തന്നെ ഇതിനും സഹായിക്കും. അതും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ റൈറ്റ്സ് ഇഷ്യൂവിന് അപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ്സ് ഇഷ്യൂ എന്തിനാണ് കമ്പനി നടത്തുന്നതെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ വെറുതെ കിട്ടുന്ന എല്ലാ റൈറ്റ്സ് ഇഷ്യൂ നിങ്ങൾ വാങ്ങിക്കരുത്. മറ്റൊന്നും കൊണ്ടല്ല, റൈറ്റ്സ് ഇഷ്യൂ അപ്ലൈ ചെയ്ത് ഈ പറഞ്ഞ ഡിസ്കൗണ്ട് റേറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് സത്യം. പക്ഷേ ഇത് കഴിഞ്ഞ് ഇതൊരു നോർമൽ കോഴ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിന് ആനുപാതികമായി തന്നെ മാർക്കറ്റ് പ്രൈസും കുറയും ഈ ഒരു കമ്പനിയുടെ. അപ്പോൾ റൈറ്റ്സ് ഇഷ്യൂ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് കൂടി നിങ്ങൾ സെല്ല് ചെയ്യുന്നതാണോ ലാഭം അതിനു മുമ്പ്,
അതോ റൈറ്റ്സ് ഇഷ്യൂവിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കയ്യിൽ വെക്കുന്നതാണോ ലാഭം എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ 2 തവണ ആലോചിച്ച് നോക്കുക. കാരണം കമ്പനി ഈ അഡീഷണലായിട്ട് കിട്ടുന്ന പണം കൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവ കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. കാരണം പണത്തിന് ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ് കമ്പനി ഈ റൈറ്റ്സ് ഇഷ്യൂവിന് പോകുന്നത്. എന്തുകൊണ്ടാണ് പണത്തിന് ഷോർട്ടേജ് വന്നത്, അഥവാ പണം കൂടുതൽ ലഭിക്കുന്ന പണം കമ്പനി എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ റൈറ്റ്സ് ഇഷ്യൂവിന് അപ്ലൈ ചെയ്യുക. അതിന് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ കയ്യിലുള്ള സ്റ്റോക്ക് തന്നെ നിങ്ങൾ വിറ്റൊഴിവാക്കുക നല്ല വിലയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്സ് ഇഷ്യൂവിന് നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും അതിൽ പറഞ്ഞ അത്രയും എമൗണ്ട് ആ ദിവസത്തിന് മുമ്പ് പണമടച്ച് അത്രയും എണ്ണം സ്വന്തമാക്കാനുള്ള ഒരു അവസരമുണ്ട്. റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് നിങ്ങളുടെ ഹോൾഡിങ്ങിനകത്ത് കാണാം. അത് വേറൊരു ISIN നമ്പർ ആയിരിക്കും. നിങ്ങൾക്ക് അത് വന്നതിന് ശേഷം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിറ്റ് പണമാക്കാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ അതിൽ പ്രസ്താവിച്ചിട്ടുള്ള ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഒരു ഓഫർ ലാപ്സ്ഡ് ആവും. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.